അപ്പോൾ 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും നമുക്കൊരു ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഇതിൽ ഓരോ വർഷവും നോക്കുമ്പോഴും വിജയ ശതമാനം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അല്ലേ? അപ്പൊ +1ഉം +2ഉം കൂടി ആഡ് ചെയ്ത് 180 മാർക്കിൽ എത്തുക അല്ലേ? മക്കൾ ഈ ഒരു ഇംപ്രൂവ്മെന്റ് ടൈം ടേബിൾ ഉണ്ടല്ലോ, അത് വലിയ പണി തന്നെയാണ്. വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. നമ്മുടെ +2കാര് ക്രിസ്മസ് എക്സാമിന്റെ തിരക്കിലായിരിക്കും, പക്ഷെ അപ്പോഴും നിങ്ങൾ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട് അല്ലേ? എന്താണ്? ടൈം ടേബിൾ ഒന്നും മറന്നു പോകരുത്. നോക്കുക ടൈം ടേബിൾ എക്സാമിനെ പറ്റി നിങ്ങൾ മറന്നു പോരുത്. കാരണം ഈ +2 ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ ഉടനെ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുന്നത് തന്നെ പ്രാക്ടിക്കൽ എക്സാമിലേക്കാണ് നിങ്ങൾ ചെയ്യുക. മോഡൽ എക്സാം ആയിരിക്കും ആദ്യ വീക്കുകളിൽ. 22-ാം തീയതിയോടെ എന്ത് സ്റ്റാർട്ട് ചെയ്യും? പ്രാക്ടിക്കലിന്റെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിയുന്ന ഉടനെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാം. അപ്പോൾ ഇംപ്രൂവ്മെന്റിന് പഠിക്കാനുള്ള ടൈം ഇതാണ് അല്ലേ? പ്രശ്നമാണ്. +2കാർക്ക് ഈ ടൈം ടേബിൾ ഒരു പണി തന്നെയാണ്. അപ്പൊ നോക്കാം മക്കളെ, നമ്മളിപ്പോ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആകാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം മാത്തമാറ്റിക്സ് പറയണം. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ +1-ൽ ഇംപ്രൂവ് ചെയ്യാൻ സാധ്യത മാത്തമാറ്റിക്സ്, അതുപോലെ കെമിസ്ട്രിയും ടഫ് ആയിരുന്നു +1-ല്. അപ്പൊ മാത്സ് നമ്മൾ ഇംപ്രൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് 27-നാണ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് നടക്കുന്നത്. പക്ഷെ 24-ന് അവർക്ക് +2 ബയോളജിയുടെ എക്സാം ഉണ്ട്. 28-ന് തൊട്ടടുത്ത ദിവസം +2 ഇംഗ്ലീഷിന്റെ എക്സാം. അതായത് നിങ്ങൾക്ക് ഒരു ശ്വാസം വിടാനുള്ള സമയം പോലും തന്നിട്ടില്ല ഈ ടൈം ടേബിൾ. ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇംപ്രൂവ് ചെയ്യുന്ന സബ്ജക്ട് ആണ് മാത്സ് എങ്കിൽ അതിന് അവരെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഭയങ്കര ടഫാണ്. ഇംഗ്ലീഷ് ശരിക്കും നിസ്സാരമല്ല. ഒരുപാട് കുട്ടികൾക്ക് A+ നഷ്ടപ്പെടുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് ഇംഗ്ലീഷ്. അപ്പൊ ലാംഗ്വേജിൽ A+ നഷ്ടപ്പെടാൻ അതില് നമ്മൾ ഇംഗ്ലീഷ് കുട്ടികൾ ഇംപ്രൂവ് ചെയ്യില്ലെന്നായിരിക്കും, പക്ഷെ ഒരുപാട് കുട്ടികൾ ഇംപ്രൂവ് ചെയ്യുന്ന. അല്ല, അത് മാത്രമല്ല +2 ഇംഗ്ലീഷ് ആണ്. +2 ഇംഗ്ലീഷാണ് 28-ന് നടക്കുന്നത്. +2 ഇംഗ്ലീഷിൽ A+ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തൊട്ട് തലേ ദിവസം മാത്തമാറ്റിക്സിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. അത് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക? ടൈം കണ്ടുപിടിക്കുക. അതേപോലെ കഴിഞ്ഞ വർഷത്തെ കെമിസ്ട്രി കുറച്ച് ടഫ് ആയിരുന്നു. അപ്പൊ കെമിസ്ട്രിയുടെ ഇംപ്രൂവ്മെന്റ് നടക്കുക 13-നാണ്. പക്ഷെ തൊട്ട് തലേ ദിവസം 12-നും അതേപോലെ സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം ഉണ്ട്. 11-ന് ഇംപ്രൂവ്മെന്റും ഉണ്ട്. 10-ന് അവർക്ക് കെമിസ്ട്രിയുടെ എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ വളരെ ടൈറ്റ് ആണ് ഈ കെമിസ്ട്രി അതേപോലെ മാത്തമാറ്റിക്സിന്റെ കാര്യം. 10, 11, 12, 13 അടുത്ത ആ ടൈം ടേബിൾ ഡേറ്റ് നോക്കിയേ. 10, 11, 12, 13 അടുത്തടുത്ത ദിവസങ്ങളിൽ എക്സാം ആണ്. പണി തന്നെയാണ്. അപ്പൊ നിങ്ങൾ മാത്സും അതേപോലെ കെമിസ്ട്രി ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്യാതെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളെ 3 സബ്ജക്ട് മാക്സിമം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സബ്ജക്ട് സെലക്ട് ചെയ്യാം. അതിനെ കുറിച്ച് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. പണിയാന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാനല്ലേ ഞങ്ങൾ ഇത് പറയുന്നത്. വ്യക്തമായിട്ട് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാനുള്ള ഇൻഫർമേഷൻ എങ്ങനെ ഇംപ്രൂവ്മെന്റിന് പഠിക്കാം ഞങ്ങൾ പറഞ്ഞു തരാണ്. അപ്പൊ മക്കൾ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 120 മിനിമം 120 മാർക്കിൽ +1ഉം +2ഉം ആഡ് ചെയ്യുമ്പോൾ എത്തുക എന്നുള്ള. കാരണം A+ എത്തണമെങ്കിൽ നിങ്ങൾക്ക് +1-ലെയും +2-ലെയും കൂട്ടി 180 മാർക്ക് വേണം. 180 മാർക്കാണ് 200-ൽ വേണ്ടത്. അതിൽ കെമിസ്ട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ മാത്സിനൊക്കെ ലാബ് എക്സാം. പക്ഷേ ട്രിപ്പിൾ ഇവാലുവേഷൻ ആണ് കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്. ഈ 3 സബ്ജക്റ്റും ഡബിൾ ഇവാലുവേഷൻ. റീവാലുവേഷൻ പോലുള്ള ചാൻസ് പോലും ഇല്ല എന്ന് മക്കൾ മനസ്സിലാക്കുക. അത് റീവാലുവേഷൻ നിങ്ങൾ തമാശയല്ല, അത്രയും സ്ട്രിക്റ്റ് ആണ് വാല്യുവേഷൻ. 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, അത് ഉറപ്പിച്ചോ. 1 മാർക്ക് പോലും മക്കൾക്ക് നഷ്ടപ്പെടില്ല. അതേപോലെ ഇംപ്രൂവ്മെന്റിന് ടൈം ഇല്ല എന്ന് പറയാനുള്ള ഒരു പ്രത്യേക കാരണം +2 എക്സാം പോകെ വളരെ ടഫ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ അത്തി? നമ്മൾ ഓരോ വർഷവും നോക്കുന്ന ടൈമില് ആ ഒരു ശതമാനം വേരിയേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാം. വിജയ ശതമാനം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ് അല്ലെ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോ. അപ്പോ 25-ൽ 77 ആയിരുന്നു, അതിനു മുന്നേ 78 ആയിരുന്നു, 23-ൽ 82 ആയിരുന്നു. ഓരോ വർഷവും നല്ല രീതിയിൽ പാസ് പെർസെന്റേജ് കുറയുന്നുണ്ട്. 85 തുടങ്ങിയിട്ട് 77-ലേക്ക് എത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൽ കൊറോണ വന്ന ഒരു വർഷം മാത്രമാണ് കൂടിയത് 87-ലേക്ക് പോയത്. അപ്പൊ ഓരോ വർഷവും വിജയ ശതമാനം കുറയാണ്. +2 എക്സാം ടഫ് ആയിരിക്കും. സോ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ +1 കോൺസെപ്റ്റ് ലെവൽ NCERT ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എക്സാം വരിക. അത് ഉറപ്പിച്ചോ? ഇനി എന്താണ് ഇംപ്രൂവ്മെന്റിന് ഇപ്പൊ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, നിങ്ങൾ ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കുക. അതായത് പ്രയോറിറ്റി ഏറ്റവും കൂടിയ സബ്ജക്റ്റുകൾ ആദ്യം എടുക്കുക. നിങ്ങൾക്ക് മാർക്ക് ഏറ്റവും കൂടുതൽ A+ നഷ്ടപ്പെടാൻ സാധ്യത നിൽക്കുന്ന സബ്ജക്ട് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങുക. അതിൽ തന്നെ എല്ലാ ചാപ്റ്ററും പഠിക്കാൻ നിൽക്കരുത് അല്ലെ? അതിൽ നോക്കി പഠിക്കണം. അതിൽ ഏത് നിങ്ങൾക്ക് അറിയണം ഏത് പഠിച്ചാലാണ് എത്ര മാർക്ക് കിട്ടും. വ്യക്തമായ ഒരു ഐഡിയ വേണം. ഇന്ന ചാപ്റ്ററിന് വെയിറ്റേജ്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ, കെമിസ്ട്രിയിൽ ക്ലാസിഫിക്കേഷൻ എലമെന്റ് പഠിക്കാൻ 1 മണിക്കൂർ മതി. 1 മണിക്കൂർ പഠിച്ചാൽ 10 മാർക്ക് കിട്ടും. പക്ഷേ കെമിക്കൽ ബോണ്ടിങ് പഠിച്ചാൽ 20 മാർക്ക് കിട്ടും. പക്ഷേ എത്ര
വേണ്ടി 5 ദിവസം വേണ്ടി വരും. അതിനകത്ത് എനിക്കൊന്നും അപ്പൊ കെമിക്കൽ ബോണ്ടിങ്ങോ ചെറിയതല്ല, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിലിബ്രിയം പോലുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഇക്വിലിബ്രിയം വേണമെന്നല്ല പറയുന്നത്, ഇക്വിലിബ്രിയം വലിയ ചാപ്റ്ററാണ്, അത് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണം. അത്രയുള്ള ചാപ്റ്റർ അത് ശരിക്കും 78 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം വരിക അല്ലെ? 60 മതി. 2 ചാപ്റ്റർ ഒഴിവായാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താവുന്നതാണ് അല്ലേ? അതായത് മൊത്തം ചോയ്സ് ഉൾപ്പെടെ 78 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരും. അതിൽ 60 മാർക്ക് മതി ഫുൾ മാർക്ക്. അപ്പൊ 18 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഏതെങ്കിലും 2 ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും വൃത്തിക്ക് പഠിച്ചാൽ മതി. അപ്പൊ പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കണം. ഓരോ ചാപ്റ്ററിനും ഇത്ര സമയം മാത്രമേ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ വളരെ വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾ ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കരുത്. 2 ചാപ്റ്റർ ഒഴിവാക്കാൻ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം എല്ലാ ചാപ്റ്ററും +2നൊപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ സമയമില്ല. അപ്പൊ +2 ബന്ധപ്പെട്ട ചാപ്റ്ററുകളൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാൻ ഈസി ആയിരിക്കും. +2 നന്നായിട്ട് നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതേപോലെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ കണ്ടുപിടിക്കുക. പല ചാപ്റ്ററിലും സ്ഥിരം ആവർത്തിച്ചു വരുന്ന ചോദ്യം, ഇപ്പൊ റിഡോക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഒക്കെ സ്ഥിരം ബാലൻസിംഗ് സ്ഥിരം ക്വസ്റ്റ്യൻ. തെർമോഡൈനാമിക്സിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽക്കുലേറ്റ്, ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. വർക്ക് റിവേഴ്സിബിൾ വർക്ക്, ഇറിവേഴ്സിബിൾ വർക്ക് അല്ലെ? ക്ലാസിഫിക്കേഷനിലാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഒക്കെ അങ്ങനെ മോസ്റ്റ് ഓരോന്നില്ല, ഓരോ സബ്ജക്റ്റിലും അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ നോക്കിയാൽ മതി, ഓരോ സബ്ജക്റ്റിലും അങ്ങനെ എന്ത് ചെയ്യുക ടോപ്പിക് ഉണ്ടാവും. അത് കോമൺ, അത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തുക, അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. മക്കള് മനസ്സിലാക്കേണ്ടത് +1 ഏത് എക്സാം ആണോ എഴുതുന്നത് ആ എക്സാം തന്നെയാണ് നിങ്ങൾ എഴുതുന്നത്. നിങ്ങളെ പേടിപ്പിക്കുകയൊന്നുമല്ല. പക്ഷെ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് എക്സാമിന്റെ തലേദിവസം വളരെ ഫാസ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സിലുണ്ട് നാളെ എക്സാം ആണ്. ആ തോട്ട് ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരണം അല്ലെ? അതെ, കറക്റ്റ് സമയമൊക്കെ നിങ്ങൾക്കുണ്ട്. അത് വ്യക്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാ മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞിരുന്നു. സമയമായി എപ്പോഴും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, സമയമായി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ വെക്കേഷൻ ടൈമിൽ റെക്കോർഡ് ബുക്കിനൊക്കെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാതെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി കുറച്ച് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതേപോലെ പഠിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് റിവൈസ് ഒരു 2 മണിക്കൂറിലെ ഒരു 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒരു ദിവസം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്. +1 പോലെ ലിബറൽ ആയിരിക്കില്ല +2 വാല്യുവേഷൻ. +2 സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നല്ല രീതിയിൽ എക്സാം ടഫ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇംപ്രൂവ്മെന്റിലൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കുറച്ചെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുക. അതുപോലെ 3 സബ്ജക്റ്റും അങ്ങ് ഇംപ്രൂവ് ചെയ്ത് കളയാന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം +2നൊപ്പം ഈ 3 സബ്ജക്റ്റും പഠിച്ചെടുക്കുക ഈസി അല്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള A+ നഷ്ടപ്പെടാൻ ആ ബ്രിമ്മിൽ നിൽക്കുന്ന സബ്ജക്റ്റുകളൊക്കെ ചൂസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ വൃത്തിയായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, പേടിപ്പിക്കല്ല, നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ വേണം, അത് ഫോളോ ചെയ്യുക മക്കളെ. ഓക്കെ, ബൈ.